ഹായ്, ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഒരു 4 വയസ്സ് കഴിഞ്ഞാൽ നമ്മളേക്ക് എഴുത്തി നിർത്തിയാൽ പിന്നീട് അങ്ങോട്ട് വിദ്യാഭ്യാസ കാലഘട്ടമാണ്. പിന്നീട് ഒരു പ്രായപൂർത്തിക്ക് 24 വയസ്സ് വരെ നമ്മൾ പഠിത്തവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും. ഈ നമ്മൾ പഠിച്ചു പോകുന്നത് വെച്ചിട്ടായിരിക്കും പിന്നീട് അങ്ങോട്ട് നമ്മളെ കരിയറും കാര്യങ്ങളെല്ലാം തീരുമാനിക്കപ്പെടുന്നത്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാലഘട്ടമാണ്. ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമുക്ക് കൃത്യമായിട്ടൊരു വഴികാട്ടി ഉണ്ടായില്ലെങ്കിൽ പലരുടെയും ഭാവി ഇരുട്ടിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അതുപോലെ സംഭവിച്ച ഒരാളാണ് ഞാൻ. അത്യാവശ്യം കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് അറിവുണ്ടായിരിക്കണം, പേരൻസിനും അറിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരെ ചുറ്റുവട്ടത്ത് ഗൈഡ് കൊടുക്കാൻ കഴിയുന്ന ഒരാളുണ്ടാവണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. എനിക്ക് 10ാം ക്ലാസ് വരെ പോകുമ്പോൾ പ്രശ്നമൊന്നുമില്ല. നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു സ്കൂളിൽ ചേർന്ന് 10 വരെ കുട്ടികൾ പോകുമല്ലോ. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മളിങ്ങനെ കരിയർ വൈസ് ഓരോന്ന് സെലക്ട് ചെയ്ത് പഠിക്കണം. അപ്പോൾ ഞാൻ +2 പഠിക്കാൻ പോകുന്ന സമയത്ത് എനിക്കറിയില്ല. സയൻസ് എടുത്ത് പഠിക്കുമ്പോഴാണ് എൻട്രൻസ് ചെയ്ത് പോകാൻ പറ്റുന്നത്. അങ്ങനെയാണ് മെഡിസിൻ എൻട്രൻസ് ഒക്കെ പോകുന്നത്. എൻ്റെ പേരൻറ്റ് വിദ്യാഭ്യാസമില്ല. എനിക്കാണെങ്കിൽ മൂത്ത ബ്രദർ സിസ്റ്ററൊന്നും ഇല്ല. പിന്നെ എൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞ സാധാരണക്കാരുടെ മക്കൾ. അത് ജയിച്ചു എന്ന് പറയുന്ന രൂപത്തിൽ പഠിച്ചു പോകുന്ന കൊച്ചുങ്ങൾ. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊന്നുമില്ല. തനി ഗ്രാമപ്രദേശത്ത് അവിടെ നിന്ന് ആരും അതിനെക്കുറിച്ച് പറയുന്ന കേൾക്കുന്നില്ല. പുസ്തകങ്ങളോ പത്രങ്ങളോ ഒന്നും അങ്ങനെ വായിക്കുന്ന ആൾക്കാരൊന്നുമല്ല. അങ്ങനെ ഞാൻ കൊമേഴ്സ് എടുത്ത് പഠിച്ചു പോയി. പിന്നെ എനിക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്ന അറബി കോഴ്സായിരുന്നു. അപ്പം ഈ യൂണിവേഴ്സിറ്റികളുണ്ടല്ലോ, കേരള യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കുസാറ്റ്, അങ്ങനെ ഒരുപാട് യൂണിവേഴ്സിറ്റികളുണ്ടല്ലോ. പല യൂണിവേഴ്സിറ്റിയിലുണ്ടെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് പോയി അഡ്മിഷൻ എടുക്കുകയാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് സ്ഥാപനം ഏത് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സാണ് നടത്തുന്നതെന്നൊന്നും ചോദിക്കാൻ എനിക്കറിയത്തില്ല. എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ആൾക്കും അറിയില്ല. ഇനി ഞാനവിടെ ജോയിൻ ചെയ്ത് പല കാരണങ്ങളാൽ എനിക്ക് അവിടെ ക്വിറ്റ് ചെയ്യേണ്ടി വരുന്നു. ക്വിറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത കോഴ്സിന്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ ഓൾറെഡി +2 കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. +2ൻ്റെ അതേ ഇക്വലൻസ് വരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ രണ്ടാമതൊരു +2 കൂടി ഞാൻ എടുക്കുകയായിരുന്നു. എന്നാൽ എൻ്റെ കൂടെ പഠിച്ച വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ തിരക്കാൻ പറ്റുന്നതാണ് കുറേ കൊച്ചുങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയുടെ BA അറബി കോഴ്സാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് വേറെ സ്ഥലം എനിക്കറിയാത്തത് കൊണ്ട് ഞാൻ ആ കോഴ്സാണെന്ന് വിചാരിച്ചാണ് ഇവിടെ ഇത് പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഞാൻ ക്വിറ്റ് ചെയ്യുന്ന സമയത്താണ് മനസ്സിലാക്കിയത്, എനിക്കിനി മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് എന്നൊരു സാധനം ഉണ്ടെങ്കിലേ വേറെ എവിടെയെങ്കിലും കയറാൻ ഒക്കത്തുള്ളൂ പഠിക്കാൻ. വേറൊരു യൂണിവേഴ്സിറ്റി തന്നെ എടുക്കുള്ളൂ. ഈ യൂണിവേഴ്സിറ്റിയിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഈ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്താൽ അറിയില്ല, എക്സാമില്ല. അതുള്ളത് കൊണ്ട് തന്നെ ഞാൻ പോയിട്ട് ഡിഗ്രിക്ക് ചേരുകയാണ് അടുത്തുള്ള കോളേജിൽ. അപ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റി കാര്യങ്ങളെക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല. എല്ലാവരും പോയി പഠിക്കുന്ന സ്ഥാപനം അതിൽ പോയി പരീക്ഷ നമ്മളെ നാട്ടിൽ തന്നെ എഴുതാമെന്നുള്ളതുകൊണ്ട് അങ്ങനെ ഞാനവിടെ പോയി രജിസ്ട്രേഷൻ സമയമായപ്പോഴാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഈ ഡിഗ്രി ഇത്രയും ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്ത് വരുന്നു, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് എക്സാം എഴുതണമെന്നുണ്ട് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം. എനിക്ക് എവിടെ പോകണമെന്നൊന്നും അറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ ഒരു എക്സാം എഴുതാതെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് തരണമെന്നുണ്ടെങ്കിൽ പിഴ അടയ്ക്കണം, ഫൈന്. അപ്പോൾ അവിടെ പോയത് വാങ്ങാൻ ഒന്നിനും ആരുമില്ല. എൻ്റെ SSLC സർട്ടിഫിക്കറ്റും എല്ലാം അവിടെയാണ്. ഞാൻ അവസാനം പിന്നെ ഒരു സെൻറ്ററിൽ പഠിപ്പിക്കുന്ന ഒരു സാറിനോട് ഇന്ന് സംസാരിച്ചപ്പോൾ സാറിൻ്റെ ബ്രദർ അവിടെ ജോലി ചെയ്യാനുണ്ടായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓഫീസിൽ. 1 രൂപ എനിക്ക് ചിലവില്ലാണ്ട് എനിക്ക് സാധനം വീട്ടിലെത്തിച്ച് തന്നു. ദിവസങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നില്ല എൻ്റെ ഡിഗ്രി രജിസ്ട്രേഷൻ. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലായിരുന്നു പിന്നെ ഡിഗ്രി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, അത്യാവശ്യം കുട്ടികൾക്ക് എന്താണ് സ്വപ്നം, ഏത് കോഴ്സിനാണ് അവർക്ക് താല്പര്യം, എത്രയൊക്കെ യൂണിവേഴ്സിറ്റികളുണ്ട്, എന്തൊക്കെ കോഴ്സുകൾ പഠിക്കുക, ഏതൊക്കെയാണ് കരിയർ സാധ്യത എന്നുള്ളത് അത്യാവശ്യം പേരൻസൊക്കെ കുട്ടികളെ ആയിട്ട് പോയിട്ടുണ്ടെങ്കിലൊക്കെ ഒന്ന് തിരക്കി വെക്കണം. കുട്ടികളായാലും ഏതെങ്കിലുമൊക്കെ സ്വപ്നങ്ങളുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ള കൊച്ചുങ്ങളെ കൂട്ടുകാരായിട്ട് തേടിപ്പിടിക്കുക. നമ്മൾ കുറച്ചെങ്കിലും ഒന്നും അറിയത്തില്ല എന്നുള്ളത് നമ്മൾ മാറി നിന്നിട്ട് നമ്മളെ കൊച്ചുങ്ങളെ ഭാവിയൊന്നും ഇരുട്ടിലാക്കി കൊടുക്കരുത്. നാളെ നമുക്ക് ശേഷം അവർ ജീവിക്കേണ്ടതാണ്. വിദ്യാഭ്യാസത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അതവരെ കരിയറിനെ ബാധിക്കും. കരിയർ ബാധിച്ച് അവരുടെ ജീവിതത്തിനെ ബാധിക്കും. നല്ല കരിയർ ഉണ്ടാക്കിയാൽ നല്ല ജീവിതങ്ങളുണ്ടാവും. നന്നായിട്ട് പഠിക്കുന്ന പല കുട്ടികളും ജീവിതത്തിൽ പലയിടത്തും വീണ് പോയിട്ട് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ജോലിയിൽ ചെയ്യുന്ന പലരും ഉണ്ട്. അവർക്കൊരു പ്രപ്പോസൽ വരുമ്പോൾ ആവട്ടെ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ മാറ്റി നിർത്തപ്പെടുന്ന ആൾക്കാരുണ്ട്, തടഞ്ഞു മാറ്റപ്പെടുന്ന. അവരുടെ കഴിവുകൊണ്ടല്ല, പക്ഷേ അവർക്കൊരു ഗൈഡ് കൊടുക്കുക ആളില്ലാത്തതുകൊണ്ട് അവരവസ്ഥയിലേക്ക് വരാതിരിക്കട്ടെ. നമ്മൾ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ എൻട്രൻസ് എഴുതിയിട്ടാണ് മെഡിസിനിൽ പോകുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിവൊക്കെ അത്യാവശ്യമുണ്ട്. കാരണം ഫോണുണ്ട്, നെറ്റുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. മിനിമം ഡിഗ്രിയുള്ള ആൾക്കാരാണ് മിക്ക വീടുകളിലും ഉള്ളത്. അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോഴും ഉൾപ്രദേശങ്ങളിൽ ഇതുപോലത്തെ ആൾക്കാരുണ്ട്, പേരൻസ് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ഒരുപാട് കൊച്ചുങ്ങളുണ്ട്. അപ്പം അങ്ങനത്തെ കൊച്ചുങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ആരിലൊക്കെ ഗൈഡ്ലൈൻ കൊടുത്തിട്ട് അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി കൊടുക്കട്ടെ. കാരണം കരിയർ എന്ന് പറയുന്ന ഒരാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ഒരാൾക്ക് അന്നദാനം കൊടുക്കുന്ന പോലെ തന്നെ മഹത്താണ് ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ളൊരു വഴി ഉണ്ടാക്കി കൊടുക്കുക. അത് ഗൈഡ് ലൈൻ ആയാലും ശരി, ഏത് രൂപത്തിലായാലും ശരി.